നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമുക്ക് ഉടൻ തന്നെ ഏതെങ്കിലും അത്യാവശ്യമായ കാര്യങ്ങൾക്ക് പണം വേണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. എല്ലാവരുടെ ജീവിതത്തിലും അത്യാവശ്യമായി പണം ആവശ്യമുണ്ടാകും. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലവുകൾ നമ്മളെ തേടി വരുമ്പോഴാണ് നമുക്ക് ഉടനെ തന്നെ നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. അത് ഏത് തരത്തിലുള്ളതായിക്കോട്ടെ. ചിലർക്ക് മെഡിക്കൽ ചിലവുകളിലൂടെയായിരിക്കും, ചിലർ മറ്റുള്ളവരിൽ നിന്നും പണം കടമായി വാങ്ങി അത് ഉടനെ തന്നെ തിരികെ കൊടുക്കാൻ പണം ആവശ്യമാണ് എന്ന് പറയുകയോ, അതുമല്ലെങ്കിൽ സ്കൂളിൻ്റെ ഫീസ് അടയ്ക്കുവാനായിട്ടോ, അതുമല്ലെങ്കിൽ തൊഴിലിൻ്റെ കാര്യത്തിനായിട്ടോ, അതല്ലെങ്കിൽ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചടയ്ക്കുവാനുള്ള സമയമായി നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യമായ തുക നമ്മളെ തേടി എത്തുവാനായി ചെയ്യേണ്ട ഒരു മാർഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. ഇത് പൂർണ്ണമായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ ആർക്കു വേണമെങ്കിലും ഏതൊരു സമയത്ത് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. അതായത് പുലവാലായ്മയുണ്ട്, പീരിയഡ് സമയമാണ്, നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യമായി നമ്മുടെ കയ്യിൽ കുറച്ച് പണം ആവശ്യമാണെങ്കിൽ ആ പണത്തെ ആഗ്രഹിക്കുവാൻ അർഹതപ്പെട്ടവരാണെങ്കിൽ, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നാൽ, ചിലരുടെ വരുമാനം എന്ന് പറയുന്നത് ഒരു 50,000 രൂപ വരയ്ക്ക് ആയിരിക്കും, അല്ലെങ്കിൽ 25,000 രൂപ വരയ്ക്ക് ആയിരിക്കും. അങ്ങനെയുള്ളവർ 1 ലക്ഷമോ 2 ലക്ഷമോ ആരുടെ അടുത്തെങ്കിലും പണം കടമായി ചോദിക്കുകയാണെങ്കിൽ അവർ കൊടുക്കുവാൻ സാധ്യതയുണ്ട്. അതേ സമയത്ത് 25,000 മുതൽ 50,000 വരെ ശമ്പളമുള്ള ഒരു വ്യക്തികൾക്ക് ഒരു 10 ലക്ഷം രൂപ കടം വേണമെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കൊടുക്കുവാൻ കുറേ ആലോചിക്കും. കാരണം അവർക്കത് തിരിച്ചു കൊടുക്കുവാനുള്ള സാധ്യതയുണ്ടോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അർഹതപ്പെട്ട പണം മാത്രം, അതായത് നമുക്ക് ഈ പണം തിരിച്ചടയ്ക്കുവാൻ സാധിക്കും എന്ന് നമുക്ക് തന്നെ തോന്നാവുന്ന അത്രയും തുക മാത്രമേ നമുക്ക് ആവശ്യപ്പെടുവാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള തുക നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾക്ക് രാവിലെ മുതൽക്ക് ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ ഒരു മാർഗം പ്രയോഗിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ഇടത് കൈപ്പത്തിയിലാണ് എഴുതേണ്ടത്. ഇടതു കൈയുടെ ചൂണ്ടുവിരലും നടുവിരലും അതിന് തൊട്ടടുത്തുള്ള വിരലുകളും ചേരുന്ന ആ താഴെയുള്ള ഭാഗത്താണ് നമ്മൾ എഴുതേണ്ടത്. അതായത് ചൂണ്ടുവിരൽ വ്യാഴവും നടുവിരൽ ശനിയെയും അതിന് തൊട്ടടുത്തുള്ള വിരൽ നമുക്ക് സൂര്യനെയും പ്രതിപാദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ 3 വിരലുകളും ചേരുന്ന ആ ഭാഗത്താണ് ഞാനിപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ കാര്യം എഴുതേണ്ടത്. നിങ്ങൾക്ക് എത്ര രൂപ തുകയാണോ വേണ്ടത് ആ തുക എഴുതിയാലും സാരമില്ല. അതല്ലെങ്കിൽ നമുക്ക് അവിടെ മണി എന്ന് എഴുതാവുന്നതാണ്. ഇത് എഴുതുവാനായി ചുവപ്പ്, നീല, പച്ച എന്നിങ്ങനെയുള്ള മഷികൾ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. കറുത്ത നിറത്തിലുള്ള മഷികൾ നമ്മൾ ഉപയോഗിക്കരുത്. മാത്രമല്ല, നമുക്ക് നാളെ അത്യാവശ്യമായി പണം ആവശ്യമുണ്ടെങ്കിൽ ഇന്നു രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ കൈകൾ വൃത്തിയായി കഴുകി തുടച്ച് അതിനുശേഷം നമ്മൾ മണി എന്നോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള തുകയോ എഴുതി ആ തുകയെ 2-3 മിനിറ്റ് നിങ്ങൾ നോക്കിയിരിക്കുക. ഇതിനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ചിന്ത മുഴുവൻ നമുക്ക് ആവശ്യമായ തുകയെക്കുറിച്ചും ആ തുക നമുക്ക് കിട്ടി, നമ്മൾ അതുകൊണ്ട് നമുക്ക് എന്താണോ ആഗ്രഹം അത് നിറവേറ്റിയെടുക്കുവാൻ സാധിച്ചു എന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി വേണം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട്. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞതിന് ശേഷം 2 കൈയും നമ്മൾ കൂട്ടി ഉരസുക. കുറച്ച് ഒരു ചൂട് നമ്മുടെ കൈകളിൽ വരുന്ന സമയത്ത് ആ ചൂടോടുകൂടി നമ്മുടെ കണ്ണുകളിലേക്ക് ഒപ്പിയെടുക്കുക. ഇങ്ങനെ 3 തവണ നിങ്ങൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം കിടന്നുറങ്ങുക. നിങ്ങൾ നാളെ രാവിലെ ഉണരുമ്പോഴേക്കും തന്നെ ആവശ്യപ്പെട്ട തുക നിങ്ങളിലേക്ക് എത്തുവാനുള്ള ഏതെങ്കിലും ഒരു സന്ദേശമെങ്കിലും നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. ഇതെല്ലാം തന്നെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നത് മുഖാന്തരം നടക്കുന്നതാണ്. അതല്ലാതെ ഇതെല്ലാം തന്നെ ചെയ്തിട്ടും യാതൊരു ഫലവുമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കർമ്മപാപ ഫലങ്ങൾക്കനുസരിച്ചായിരിക്കും നമ്മൾക്ക് ഓരോ കാര്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കർമ്മമാണോ ചെയ്താൽ അതിന് ഫലം ലഭിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അതുതന്നെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ചിലർ എല്ലാ കാര്യങ്ങളും, എല്ലാ താന്ത്രികങ്ങളും, എല്ലാ മാർഗങ്ങളും പ്രയോഗിച്ച് നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അത് നല്ലത് തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും യോജിച്ചു വരണമെന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നതും ഇത് ചെയ്താൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് എപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു താന്ത്രികങ്ങൾ ചെയ്യുമ്പോൾ തോന്നുന്നുവോ അതുതന്നെ നിങ്ങൾ തുടർച്ചയായി ചെയ്യുക.
മാത്രമല്ല ഇതുപോലുള്ള കർമ്മങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള മാർഗങ്ങൾ നിങ്ങൾ പരീക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പ്രപഞ്ചവുമായി കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ പ്രപഞ്ചവുമായി കൂടുതൽ അടുക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ ആകർഷണ ശക്തി നമ്മളിലേക്ക് വരുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ വിശ്വാസം ഏർപ്പെടുകയും ചെയ്യും. വിശ്വാസം ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഈ പ്രപഞ്ച ശക്തി എത്തിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 3 വിരലിന് താഴെ മണി എന്ന് എഴുതിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടിയ ആ ഒരു സന്തോഷം ഈ പ്രപഞ്ചത്തിന് മുന്നിലേക്ക് പ്രകടിപ്പിക്കുവാനായിട്ട് പറയുന്നത്. നിങ്ങൾ ഇത് ആഗ്രഹിച്ച് വേറെ ഏതൊരു കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാതെ ഒരു പക്ഷേ ഈ കാര്യം നടന്നു കിട്ടുമോ, നാളെ രാവിലെ ആകുമ്പോഴേക്കും എനിക്ക് പണം എന്നിലേക്ക് എത്തുമോ എന്നൊന്നും നിങ്ങൾ സംശയം പ്രകടിപ്പിക്കാതെ കിടന്നുറങ്ങുക. രാവിലെ ഉണരുമ്പോൾ തന്നെ അല്ലെങ്കിൽ രാവിലെ ഉണർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ പണം ആവശ്യമായി വരുന്നത് അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഒരു പോം വഴി ഈ പ്രപഞ്ചം തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. ഇനി എത്ര ദിവസം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകും. നിങ്ങൾക്ക് ദിവസവും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ചിലർക്ക് വേണ്ട, ഞങ്ങൾക്ക് പെട്ടെന്ന് പണം ആവശ്യമായിട്ടുള്ള സമയത്ത് മാത്രമാണ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ചിലരാകട്ടെ നിങ്ങൾക്ക് ഉച്ച സമയത്താണ് ഓർമ്മയിൽ വന്നത്, രാത്രി ഉറങ്ങുവാൻ പോകുന്ന സമയത്ത് ഓർമ്മയില്ല എന്ന് പറയുന്നവരാണെങ്കിലും ശരി, കുഴപ്പമില്ല. വെറുതെ എഴുതുന്നതിനേക്കാളും നമ്മൾ ആ എഴുതിയ വാക്കിൽ ഒരു 2-3 സെക്കൻഡോ അല്ലെങ്കിൽ 2-3 മിനിറ്റോ നോക്കിയിരുന്നു കൊണ്ട് നമ്മളുടെ ആഗ്രഹം നിറവേറി കിട്ടിയ ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കണമെങ്കിൽ അത് ഉറങ്ങുവാൻ പോകുന്ന തൊട്ട് മുന്നോ അതല്ലെങ്കിൽ ഉണർന്ന ഉടനെയോ ചെയ്യുമ്പോഴായിരിക്കും പൂർണ്ണ ഫലം നമ്മളിലേക്ക് എത്തുന്നത്. കാരണം നമ്മുടെ ഉപബോധ മനസ്സ് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനുള്ള ആ ഒരു ശ്രമം ചെയ്യുന്നത് ആ സമയത്തായിരിക്കും. കാരണം ബാക്കിയുള്ള സമയത്തെല്ലാം നമുക്ക് വളരെയധികം തിരക്കായിരിക്കും. അതുമല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കില്ല, നമുക്ക് പലതരത്തിലുള്ള ചിന്താഗതികൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒന്നുകിൽ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ രാവിലെ ഉണർന്ന ഉടനെ, കഴിവതും നിങ്ങൾ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഈ ഒരു മാർഗം പരീക്ഷിച്ച് നോക്കുക. വെറുതെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക. ഉറപ്പായും നിങ്ങൾ 1-2 ദിവസം ചെയ്യുമ്പോഴേക്കും തന്നെ അതിനുള്ള മറുപടി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇനി ഒരു കാര്യം കൂടി പറയാം. ഏതൊരു കർമ്മങ്ങളാണെങ്കിലും ഏതൊരു മാർഗങ്ങളാണെങ്കിലും ഏതൊരു താന്ത്രികങ്ങളാണെങ്കിലും അല്ല ഏതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആണെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ മാത്രം അറിയുവാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളവരുമായിട്ട് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയരുത്. കാരണം നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച ആഗ്രഹിക്കുന്നവരായിരിക്കണം എന്നില്ല നമ്മളോടൊപ്പം ഉണ്ടാകേണ്ടത്. എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല. ചിലർക്ക് നല്ല സുഹൃത്തുക്കളും നല്ല ബന്ധുക്കളും എല്ലാം കൂടെ ഉണ്ടാകും. പക്ഷേ എല്ലാവരുടെ കാര്യവും അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന താന്ത്രികങ്ങൾ അതീവ രഹസ്യമായി ഇരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അത് പണം സംബന്ധിച്ചുള്ള കാര്യങ്ങളായിക്കോട്ടെ, ആരോഗ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, എന്തും തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും ഈ പ്രപഞ്ചത്തിനും ദൈവത്തിനും മാത്രം അറിഞ്ഞാൽ മതിയാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.